ഹലോ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ചക്കക്കാലം വന്നല്ലോ. അപ്പം ചക്ക കൊണ്ടുള്ള ഒരു മുളോഷിയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ അധികം തേങ്ങയൊന്നും വേണ്ട, വളരെ കുറച്ച് അളവിൽ തേങ്ങയൊക്കെ മതിയാകും. എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും, അതുപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ദോശയ്ക്ക് പോലും കുത്തി കഴിക്കാൻ പറ്റുന്ന ഒരു മുളോഷിയാണ്. അപ്പോൾ ഞാൻ ചക്കയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് കഴുകുന്നുണ്ട്. ഞാനിത് വാങ്ങിയ ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ അങ്ങ് കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കഴുകിയെടുക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒരുപാടൊന്നും ഒഴിക്കേണ്ട, 1.5 ഗ്ലാസ് അളവിൽ ഒഴിച്ചാൽ മതിയാകും. ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. കുക്കറിൽ ഒരു 2 വിസിൽ വരത്തക്കവണ്ണം നമുക്കിത് വേവിച്ചെടുക്കണം. അതിലേക്കൊരു അരവ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങ, ജീരകം, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് ഇട്ടുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടാവും. അപ്പോൾ ഇത് കുക്കർ തുറന്നു നോക്കിയപ്പോൾ 2 വിസിൽ കഴിഞ്ഞപ്പോൾ തുറന്നു നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇല്ലത്തൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് പറയുന്നത്. പലരും പല രീതിയിലായിരിക്കും. ഇത് ഉള്ളിയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊക്കെ അരച്ച് വന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഒരുപാട് ഇങ്ങോട്ട് അരക്കുകയൊന്നും വേണ്ട. അരച്ചതിട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീ ഓൺ ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കണം. ആ തേങ്ങ ഒന്ന് വേവണം. ആ സമയത്ത് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു വറവാണ് ഇട്ട് കൊടുക്കേണ്ടത്. വറവിനായിട്ട് കടുക്, മുളക്, കറിവേപ്പില, അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇവയെല്ലാം കൂടെ വറുത്തിടുന്നുണ്ട്. അങ്ങനെ വറുത്തിട്ട് കഴിഞ്ഞാൽ കറി റെഡിയായി. നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് ഇത്. നമുക്ക് ദോശയ്ക്കൊക്കെ കുത്തി കഴിക്കാൻ നല്ലതാണ്. ചോറിനും ചപ്പാത്തിക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്